ഹേ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ഡോട്ട്സ് ആൻഡ് സ്ട്രൈപ്സ്. അപ്പോൾ ഇന്നത്തെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു 1/2 ഇഞ്ച് മുകളിൽ നിന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് അൺഇവൻ ഫാബ്രിക് ഒന്ന് ട്രിം ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തതായി ഷോൾഡറിൻ്റെ പകുതി, അതായത് ഇവിടെ 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കഴുത്തകലം 3 ഇഞ്ച് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡറിൻ്റെ പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ച് താഴേക്ക് ഇത് ഷോൾഡർ സ്ലോ പോയിൻ്റാണ്. ഷോൾഡർ പോയിന്റിൽ നിന്നും താഴേക്ക് ആം ഹോൾ കർവിൻ്റെ പകുതി എനിക്ക് 14 ഇഞ്ചാണ്. അതിന് പകുതി 7 ഇഞ്ച് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോളിൻ്റെ ആ പോയിന്റ് ഞാനൊന്ന് നീട്ടി വരയ്ക്കുന്നുണ്ട്. ഇത് ചെസ്റ്റ് ലൈനാണ്. കഴുത്തിറക്കം ഫ്രണ്ട് നെക്കിൻ്റേത് 5 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ബാക്ക് പാർട്ടിൻ്റേത് 3.5 ഇഞ്ചാണ്. അടുത്തതായി മുകളിൽ നിന്ന് താഴേക്ക് 10.5 ഇഞ്ചസ് ഇത് ബേസ് പോയിൻ്റ് ആണ്. പിന്നെ 14.5 ഇഞ്ചസ് ഇത് വേസ്റ്റ് പോയിൻ്റ് ആണ്. പിന്നെ 21 ഇഞ്ചസ് ഇത് ഹിപ്പ് പോയിൻ്റ് ആണ്. ഇതൊക്കെ ഒന്ന് നീട്ടി വരച്ചു കൊടുക്കണം. ഇവിടെ ചെസ്റ്റിൻ്റെ 4/1, അതായത് ഇവിടെ 35 ഇഞ്ചസ് ആണ് ചെസ്റ്റ് വരുന്നത്. അപ്പോൾ അതിന് 4/1 8.75, അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടെ കൂട്ടിയിട്ട് 9.75. ബേസ്റ്റ് 36 ഇഞ്ചസ് ആണ്. അപ്പോൾ അതിൻ്റെ 4/1 9 വരും. അതിന് കൂടെ ഒന്നുകൂടെ കൂട്ടിയിട്ട് 10 ഇഞ്ച്. ഇവിടെ വേസ്റ്റിൻ്റെ 4/1 8.25, അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 9.25. ഇനി അടുത്തത് ഹിപ്പ് പോയിൻ്റ് ആണ്. ഇവിടെ ഹിപ്പിൻ്റെ 4/1 അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 10.5 വരും. അടുത്തത് ബോട്ടമാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ലെങ്ത്തിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ പോയിൻറ്റ്സുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. തയ്യൽ തുമ്പായിട്ട് ഞാൻ എല്ലാ പോയിൻറ്റ്സിലും 1 ഇഞ്ച് വീതം ഇടുന്നുണ്ട്. ഈ വശത്തെ മെഷർമെൻറ്റ് ഒന്ന് അളന്നിട്ട് ഈ സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കറക്റ്റ് അളവിന്. എന്നിട്ട് അത് ബോട്ടമായിട്ടൊന്ന് ജോയിൻ ചെയ്യണം. ഇവിടെ ആം ഹോളും നെക്കും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു തുണി 2ആയിട്ട് മടക്കിയിട്ടിട്ട് ബാക്ക് പാർട്ട് ഇതുപോലെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് ആം ഹോള് പിന്നെ അതുപോലെ തന്നെ ഷോൾഡർ, നെക്ക് ലൈൻ ഇതൊക്കെ ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബോഡീസിന് എത്ര ഇറക്കമാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ചെസ്റ്റ് ലൈനിൽ നിന്നും 1 ഇഞ്ച് താഴേക്ക് എടുക്കുന്നുള്ളൂ. അപ്പം ഞാൻ അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂടി കൊടുക്കണം. അടുത്തതായിട്ട് ഫ്രണ്ട് നെക്ക് ഒരു 5 ഇഞ്ച് കൂടി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് ഇതുപോലെ ജോയിൻ്റ് വരാത്ത ഭാഗത്തേക്ക് പ്ലേസ് ചെയ്തിട്ട്
നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ആ ഷേപ്പ് ഒന്ന് ട്രേസ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് വരച്ചു കൊടുത്തിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട്. ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് 1/2 ഇഞ്ച് ബാക്ക് പാർട്ടിനേക്കാൾ കൂടുതൽ കട്ട് ചെയ്യണം. സ്ലീവ്സിന് വേണ്ടിയിട്ട് ഒരു തുണി 4ആയി മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ഞാൻ അൺഇവൻ ഫാബ്രിക് ഒന്ന് ട്രിം ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ടാണ് വരച്ചു കൊടുത്തത്. അവിടെ നിന്നും താഴേക്ക് 3 ഇഞ്ച് ഇത് ക്യാപ്പ് ഹൈറ്റ് ആണ്. ആ പോയിന്റ് നീട്ടി വരയ്ക്കുന്നുണ്ട്. ഈ ലൈനിലായിട്ട് നമ്മുടെ ബേസ്റ്റിൻ്റെ 4/1 അതിൽ നിന്നൊന്ന് കുറയ്ക്കണം. അപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് 8 ഇഞ്ചാണ്. എന്നിട്ട് ആ പോയിന്റും മുകളിലത്തെ പോയിന്റുമായിട്ടൊന്ന് വരച്ചു കൊടുക്കണം. ഇവിടെ നമ്മുടെ കൈയുടെ ഇറക്കമാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഈ മുകളിലത്തെ ലൈന് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എനിക്കിവിടെ 9 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 3 ഇഞ്ച് വീതം ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ പോയിന്റിൽ മുകളിലേക്ക് 0.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. രണ്ടാമത്തെ പോയിന്റിലും മുകളിലേക്ക് 0.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. താഴേക്ക് 0.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇടയ്ക്ക് ഇട്ടേക്കുന്ന ആ വശം മുതൽ ഫസ്റ്റ് പോയിന്റിലേക്കും സെക്കൻഡ് 0.5ലേക്കും വരച്ച് ലാസ്റ്റ് പോയിന്റിൽ എത്തിക്കണം. ഇത് കൈയുടെ ബാക്ക് പാർട്ടാണ്. അടുത്തതായിട്ട് മടക്കി ഇട്ടേക്കുന്ന വശം മുതൽ 0.5ലേക്കും പിന്നീട് 0.25ലേക്കും ഒന്ന് വരയ്ക്കണം. ഇത് കൈയുടെ ഫ്രണ്ട് പാർട്ടാണ്. അതിനുശേഷം കൈക്ക് എത്രയാണോ അടിവണ്ണം വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെയും സൈഡിലുമൊക്കെ 1 ഇഞ്ച് വീതം ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട് ആദ്യത്തെ 2 ലെയർ മാത്രം എടുത്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പോക്കറ്റ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു തുണി 2ആയി മടക്കിയിട്ട് 3.5 ഇഞ്ച് വീതിയും 8 ഇഞ്ച് നീളവും അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് കട്ട് ചെയ്തെടുക്കുവാണ്. സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്ത് ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് ഇതുപോലൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം എക്സസ് ആയിട്ടുള്ള ഫാബ്രിക് ഒന്ന് ട്രിം ചെയ്ത് കളയുന്നുണ്ട്. ആ ക്ലോത്തിൻ്റെ ബാക്കിയുള്ള ഭാഗം എടുത്ത് ചീത്ത വശത്തേക്ക് മടക്കി അറ്റത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ഭാഗം ഇതുപോലെ മടക്കി ഒന്ന് തയ്ച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ബോട്ടം പാർട്ടാണ്. ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ തയ്യൽ മെഷീനിലെ ഏറ്റവും വലിയ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിലത്തെ നൂല്, അതായത് ബോബിൻ ത്രെഡ് വലിച്ച് ഇതുപോലെ ഗ്യാദേഴ്സ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാദേഴ്സ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ പ്ലേസ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പുറത്തൂടെ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് സിപ്പർ വെക്കുന്നതിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്രയാണോ നീളം അതിനനുസരിച്ച്. അതിനുശേഷം ഇതുപോലൊരു തുണി എടുത്ത് നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ആ കട്ട് ചെയ്തതിൻ്റെ അതുവഴി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വെച്ച് കൊടുത്ത ആ തുണിയിലൂടെയും അങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ തുണി തിരിച്ച് റോങ് സൈഡിലേക്ക് മടക്കി അറ്റത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് സിപ്പർ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് സിപ്പർ ഇതുപോലെ റോങ് സൈഡിൽ
സിപ്പറിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് അറ്റത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സിപ്പർ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു തുണി വെച്ച് കൊടുത്ത സിപ്പറിനെ കാട്ടിലും 1 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം ഈ തുണി. ഇതിന് വീതി ഞാൻ എടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ്. എന്നിട്ട് ഇതുപോലൊന്ന് മടക്കി കൊടുത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അറ്റത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടിവശവും ഇതുപോലൊന്ന് മടക്കി കൊടുക്കണം. ആ തുണി വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെയും ഇതുപോലെ പതിച്ചടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് പോക്കറ്റ് വെക്കുവാണ്. അതിന് വേണ്ടിയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് 23 ഇഞ്ചിലും സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് 5 ഇഞ്ചിലുമാണ് ഞാൻ പോക്കറ്റ് വെക്കുന്നത്. ഈ പോയിന്റിൽ പോക്കറ്റ് ഒന്ന് പ്ലേസ് ചെയ്യണം. പോക്കറ്റിൻ്റെ മുകൾ വശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കണം. അതിനുശേഷം ബാക്കി 3 വശങ്ങളും ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്ക് നെക്കും ഞാൻ ഫ്രണ്ട് നെക്ക് പോലെ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കൈ വയ്ക്കാം. കുഴിഞ്ഞിരിക്കുന്നത് ഫ്രണ്ട് പാർട്ടാണ്, മറ്റേത് ബാക്ക് പാർട്ട്. അപ്പോൾ അതിനനുസരിച്ച് വെക്കണം. ഇതുപോലെ പ്ലേസ് ചെയ്തിട്ട് സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ എളുപ്പം. കൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സൈഡ് ഫിറ്റിംഗ് സീം കൊടുക്കാം. അതിനുശേഷം അടിഭാഗം ഇങ്ങനെയൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്